അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് എ പി എന്നുള്ളതാണ്. അപ്പൊ അത് ശ്രദ്ധിക്കുക, സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് എ പി, അതായത് ഇതാണ് ഒരു എ പി, A1 A2 A3 എക്സെട്ര AN. അവിടെ ഞാൻ എല്ലാം അഡീഷന്റെ സൈൻ ഇട്ടേക്കുക, അതായത് ആ ടേംസിനെല്ലാം കൂടി ആഡ് ചെയ്യണം. അങ്ങനെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സം വരും എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ ആണോ? അതായത് എ പിയിലെ ടേംസ് ആണ് A1 A2 A3 എക്സെട്ര AN. അപ്പൊ ഈ എ പിയിലെ ടേംസ് എല്ലാം കൂടെ ഒരു പക്ഷെ ആഡ് ചെയ്യുവാണെങ്കിൽ എന്ത് സം വരും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ അതിന്റെ ആപ്ലിക്കേഷൻ നോക്കുവാണെങ്കിൽ, ഇപ്പൊ ഒരാൾക്ക് നമുക്ക് ഓരോ വർഷവും നമ്മൾ നേരത്തെ കുറെ ക്വസ്റ്റ്യൻസ് കണ്ടായിരുന്നു, സാലറി ഇൻക്രീസ് ചെയ്യുവാണ്. ഇപ്പൊ അയാൾക്ക് 5000 റുപ്പീസ് ആണ് സാലറി എന്ന് വെച്ചോളൂ കരുതുക. ഓരോ വർഷവും അയാൾക്ക് ഒരു 200 വെച്ച് ആഡ് ആകുന്നുണ്ടെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ 10 ഇയേഴ്സ് കഴിയുമ്പോൾ അയാളുടെ സാലറി മൊത്തം കൂടി അയാൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാകും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫോർമുല വെച്ച് ചെയ്യാം. നോക്കിക്കേ, ഇപ്പം ഫോർ എക്സാമ്പിൾ ആദ്യത്തെ ഒരു വർഷം നമുക്ക് എത്ര കിട്ടും? 5000. അടുത്ത വർഷം എന്തായിരിക്കും? അത് 5200 ആയിരിക്കും കിട്ടുന്നത്. അതിന്റെ അടുത്ത വർഷം 5400, അങ്ങനെ അങ്ങനെ കൂടി കൂടി പോകും. ഓക്കെ, അപ്പൊ അങ്ങനെ പോകുമ്പോൾ 10 ഇയേഴ്സ് കഴിയുമ്പോൾ മൊത്തത്തിൽ എത്ര സാലറി കിട്ടിയിട്ടുണ്ടാവും എന്ന് ചോദിച്ചാല് ഈ ഫോർമുല വെച്ച് എഴുതിയാൽ മതി. കാര്യം 5000ഉം 5200ഉം അതിന്റെ അടുത്ത വർഷം കിട്ടുന്ന 5400ഉം എല്ലാം എന്തിലെ ടേംസ് ആണ്? എ പിയിലെ ടേംസ് ആണ്. അപ്പം ഇങ്ങനെ എ പിയിലെ ടേംസിന്റെ സം കണ്ടുപിടിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട് പ്രാക്ടിക്കൽ ലൈഫിൽ. സോ അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഈ ടേംസിനെല്ലാം കൂടെ ആഡ് ചെയ്ത് കിട്ടുന്ന സം. ഈ ഫോർമുല ബേസ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ആഡ് ചെയ്ത് nth ടേം വരെയുള്ള ടേംസിന്റെ സം കണ്ടുപിടിക്കുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ഫോർമുല വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഇപ്പം ഇവിടെ n10 ആണെങ്കിൽ A1 A2 എക്സെട്ര എവിടെ വരും? A10. അതായത് nth ടേം വരെ ഉള്ള ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ സം ആണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, 3 ഫോർമുല നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ഇതില് ഫസ്റ്റ് എന്ന് പറഞ്ഞാല് SN മീൻസ് ഇവിടെ n-ന് 10 ആണെങ്കിൽ ഇവിടെ എന്ത് വരും? S10. ഓക്കെ, SN മീൻസ് സം ഓഫ് ഫസ്റ്റ് n ടേംസ്. അപ്പൊ ഞാൻ ഓരോ ടേംസ് ആയിട്ട് എഴുതാം. ഇവിടെ SN എന്ന് വെച്ചാൽ എന്താണ്? സം ഓഫ് ഫസ്റ്റ് n ടേംസ്, അതായത് ആദ്യത്തെ ആദ്യത്തെ n ടേംസിന്റെ സമ്മ്. ഈ n ഡിഫറെന്റ് ആണ്. ആ n എന്ന് പറഞ്ഞാല് നമ്പർ ഓഫ് ടേംസ് ആണ്, എത്ര ടേംസ് അതിലുണ്ട് ഈ അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ, എ നിങ്ങൾക്ക് അറിയാമല്ലോ, എ എന്താണ്? ഫസ്റ്റ് ടേം. ഡി എന്താണ്? കോമൺ ഡിഫറൻസ്. ഓക്കെ, അപ്പൊ ഈ ഫോർമുല ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? സമ്മ് കിട്ടും. അടുത്ത കേസില് SN = n/2 × A + AN. അവിടെ ഒന്നുമില്ല, ഈ ലാസ്റ്റ് ടൈം ഇതിന് നമ്മൾ പറയുന്നത് ലാസ്റ്റ് ടൈം അല്ലെങ്കിൽ nth ടൈം വന്ന. സോ ഇതിന് എന്താണ്? AN അല്ലെങ്കിൽ nth ടേം, അല്ലെങ്കിൽ എന്തെന്ന് പറയാം? ലാസ്റ്റ് ടേം എന്ന് പറയാം. സംടൈംസ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഈ AN അറിയാന്നുണ്ടെങ്കിൽ ഈ ഫോർമുലക്ക് എടുത്തിട്ട് കൊടുക്കുക. അതൊക്കെ ഇനി പ്രോബ്ലം വരുമ്പോൾ ചെയ്യും. അപ്പം AN അറിഞ്ഞൂടെങ്കിൽ ഏത് വെച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഈ ഫോർമുല വെച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടെയും n വേണം, A വേണം, ഫസ്റ്റ് ടൈം വേണം, ഇവിടെ AN. അപ്പൊ ഞാൻ AN എഴുതി. എന്താണ്? nth ടേം ഓർ ലാസ്റ്റ് ടേം. ഓക്കെ, അപ്പൊ ശരിക്കും മൂന്നാമത്തെ ഇക്വേഷൻ എന്താണ്? ഇത് രണ്ടും ഒന്ന് തന്നെ ശരിക്കും സെയിം. ഈ nth ടേമിന് പകരം SN = n/2 × A + L. ഈ L മീൻസ് ലാസ്റ്റ് ടേം എന്നുള്ളതാ, അതായത് ഈ AN തന്നെയാണ് L. സോ L ഈസ് എന്തോന്ന്? സെയിം. ഇത് രണ്ടും എന്ത് തന്നെയാണ്? തുല്യമാണ്. അപ്പൊ മൊത്തത്തിൽ 2 ഇക്വേഷനേ ഉള്ളൂ. അത് നമുക്ക് SN = n/2 × A + AN എന്നോ SN = n/2 × A + L എന്നോ പറയാം. അപ്പൊ ആകെയുള്ള ഡിഫറൻസ് ഇവിടെ AN ഉം ഇവിടെ L ഉം. അപ്പൊ ആലോചിച്ചുള്ള AN ഉം L ഉം എന്ത് തന്നെ? ഓൾമോസ്റ്റ് എന്ത് തന്നെ? ഒന്ന് തന്നെ. ഇവിടെ നമുക്ക് L എന്നും കൂടെ അങ്ങോട്ട് കൊടുത്താൽ മതി, എക്സെട്ര L. ക്ലിയർ ആയോ? A1 A2 A3 എക്സെട്ര എന്ത്? ലാസ്റ്റ് ടൈം. അപ്പം ആദ്യമായിട്ട് നിങ്ങൾ ഈ ഫോർമുല ബൈഹാർട്ട് ചെയ്യാന്നുള്ളതാണ് ചെയ്യേണ്ടത്. അത് ചെയ്തതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? പ്രോബ്ലംസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പം ഒന്നുകൂടെ പറയാം, SN = n/2 ×
2a plus n minus 1 into d. ഇവിടെ Sn is equal to n by 2 into a plus an. അപ്പൊ ഇനി ഒരു മിസ്റ്റേക്ക് വരാനുള്ള ചാൻസ് ഉള്ളത്, നമ്മൾ nth ടേമിന്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, an is equal to a plus n minus 1 into d. അതും ഇതുമായിട്ട് തിരിഞ്ഞു പോകരുത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ 2a plus n minus 1 into d യും ഇവിടെ a plus n minus 1 into d. ഇത് രണ്ടും കൂടെ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എഴുതുമ്പോഴത്തേക്ക് തെറ്റിപ്പോയത്. ഇവിടെ എന്താണ്, n by 2 ഇല്ല, 2 ഇല്ല, a plus n minus 1 into d. സമ്മിന്റെ കേസിൽ ഒരു n by 2 വരും, പിന്നെ എന്നിട്ട് എയുടെ കൂടെ എന്ത് വരും, 2 കൂടെ വരും. അപ്പൊ അത് രണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്ത് തന്നെ എന്ത് ചെയ്യണം, പഠിച്ചോണം. അപ്പൊ അടുത്തതായിട്ട് വരുന്നത്, ഇത് കഴിഞ്ഞിട്ട് വരുന്നത് എക്സസൈസ് 5.3 ആണ്. അപ്പൊ ഈ 5.3 ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ബേസ് ക്വസ്റ്റ്യൻസും നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട്. അതനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 5.3 കൂടെ ചെയ്യാം. അത് കഴിഞ്ഞ് എന്തായി, ചാപ്റ്റർ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പൊ ഞാൻ ഈ ചെയ്യുന്ന പ്രോബ്ലംസ് വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിച്ചിരുന്ന് കുറെ തവണ ചെയ്ത് പഠിച്ചാൽ മാത്രമേ 5.3 നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നോക്കിക്കേ, ഇത് ഒരു AP ആണ് അല്ലെ, 2 4 6 8 10. ഓക്കെ, അപ്പൊ ഇത് അങ്ങോട്ട് എക്സെപ്റ്റ് ഇൻഫിനിറ്റ് ആയിട്ട് പോകുന്നില്ല എന്ന് കരുതുക. ഓക്കെ, അപ്പൊ AP യിലെ ടേംസ് ആണ് 2 4 8 6 8 10. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സമ്മ് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് സമ്മിന്റെ ഫോർമുല ഇവിടോട്ട് എഴുതാമല്ലോ. ഏതൊക്കെയാണ് സമ്മിന്റെ ഫോർമുല? ഇവിടെ എഴുതാം. Sn is equal to n by 2 into 2a plus n minus 1 into d. ഓക്കെ ആണല്ലോ? അപ്പൊ ഇവിടെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാം. a എന്താണ്, ഫസ്റ്റ് ടൈം 2 ആണ്. d കോമൺ ഡിഫറൻസ് എത്രയാണ്, 4 minus 2 എത്രയാണ്, 2 ആണ്. ഇതിന്റെ വേറെന്ത്, നമ്പർ ഓഫ് ടേംസ്, എത്ര ടേംസ് ഉണ്ട്, n is equal to എത്ര ഉണ്ട്, 1 2 3 4 5, 5 ടേംസ് ഉണ്ട്. ഓക്കെ, n is equal to 5. ഇനി ഒരു കേസ് ഓർക്കുക, ഇനി വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസിൽ ചിലപ്പോൾ n ഉണ്ടാവില്ല, n കണ്ടുപിടിക്കാന്നായിരിക്കും മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഒരു ടാസ്ക്. അപ്പൊ അങ്ങനെയുള്ള കേസിൽ ചിലപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്യും. ശ്രദ്ധിച്ച് കേൾക്കുക, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്യും എന്നിലുള്ള. അപ്പൊ നമ്മൾ സോൾവ് ചെയ്തെടുക്കേണ്ടി വരും. അപ്പൊ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന ചാപ്റ്റർ പഠിച്ചവർക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. അതല്ലെങ്കിലും കുഴപ്പമില്ല. പോളിനോമിയൽസിനകത്ത് നമ്മൾ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം എന്നൊരു സെക്ഷൻ ഉണ്ട്, അതുവഴിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആ ഒരു സെക്ഷൻ ആയിരിക്കും കുറച്ചുകൂടെ ടഫായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അത് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഇപ്പൊ ഇതൊക്കെ ഈസിയാണ്. അപ്പൊ n മീൻസ് നമുക്കറിയാലോ, നമ്പർ ഓഫ് ടേംസ്. എത്ര ടേംസ് ഉണ്ട്, 1 2 3 4 5, 5 ടേംസ് ഉണ്ട്. അപ്പോ ഇനി വേറെ എന്തെങ്കിലും വേണോ ഇവിടെ? വേണ്ട. നോക്കിക്കേ, ഈ എന്റെ സ്ഥാനത്ത് s എഴുതി, എന്നിന് ഞാൻ എന്ത് കൊടുക്കണം, 5. n എത്ര, 5. S5. S5 എന്താണെന്നറിയോ, സം ഓഫ് ഫസ്റ്റ് 5 ടേംസ്. അപ്പൊ ഈ ഒരു വേർഡ് ഒക്കെ നിങ്ങൾ നല്ല രീതിയിൽ ഓർത്ത് വെച്ചേക്കണം. Sn. ഓക്കെ, S5 എന്ന് പറഞ്ഞാൽ സം ഓഫ് ഫസ്റ്റ് 5 ടേംസ്. അത് ഓർത്ത് വെച്ചേക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ സം ഓഫ് ഫസ്റ്റ് 5 ടേംസ്. ഇനി അടുത്തത് is equal to n by 2. n by 2 എന്ന് പറയുമ്പോൾ 5 by 2 എന്നിട്ട് കൊടുക്കണം. 5 by 2 into 2a. 2 into a എത്രയാണ്, 2 plus n minus 1. n എത്ര, 5. 5 minus 1 into d എത്രയാണ്, 2. അത്രേ ഉള്ളൂ. So that is equal to 5 by 2 അവിടെ കിടന്നോട്ടെ. 2 into 2 എത്ര, 4 plus 5 minus 1 എന്ത് വരും, 4. 4 into 2 എത്ര, 8. 5 by 2 into 4 plus എത്ര, 8. So 5 by 2 into 4 plus 8 എത്ര, 12 എന്ന് വരും. ഓക്കെ, that is equal to 5 by 2 into എന്ത് വരും, 12. ഈ 2ഉം 12ഉം കൂടെ കട്ടാവും. ആൻസർ എന്ത് വരും, 6 വരും. 6 5 ആർ എത്ര, 30. സോ ഇതിന്റെ സം എത്ര ആണ്, 30 ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഇതിന്റെ സം എത്ര വരും, 30 വരും. അപ്പം ഈ ഫോർമുല വെച്ച് നമുക്ക് ചെയ്യാം. അടുത്തതായിട്ട് രണ്ടാമത് വേറൊരു ഫോർമുല ഉണ്ടല്ലോ, ഏതാണ്, Sn is equal to n by 2 into എത്രയാണ്, ഫസ്റ്റ് a പ്ലസ് an എന്നോ അല്ലെങ്കിൽ a പ്ലസ് l എന്നോ ഏതിട്ടാലും കണക്ക് തന്നെയാണ്. സോ ഇവിടെയും n ന് 5 കൊടുക്കുന്നു. n എത്ര, 5 by 2 into a എത്ര, ഫസ്റ്റ് ടൈം 2 പ്ലസ് an എത്രയാണ്, ഇവിടെ ശ്രദ്ധിക്കണം, ലാസ്റ്റ് ടേം. അപ്പൊ ഇത് ഞാൻ ഇവിടെ എഴുതിയില്ലായിരുന്നു.
ഈ എ എൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതണം എ എൻ ഇസിക്കൽ ടു ഇവിടുത്തെ ലാസ്റ്റ് ടേം ഏതാ 10. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് ടേം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം ആലോചിക്കണം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എ എന്നിന് പകരം എന്തിട്ട് കൊടുക്കാം, നമുക്ക് 10 ഇവിടെ ഇട്ട് കൊടുക്കണം. അതാണ് ഈ ഫോർമുലയുടെ ഡിഫറൻസ്. ഓക്കെ, അത് അറിഞ്ഞുകൊണ്ടെങ്കിൽ ഈ ഫോർമുല ചെയ്യാൻ പറ്റില്ല. സോ 5/2 ഇൻറ്റു 10 + 2 എത്ര 12. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 5/2 ഇൻറ്റു 12. കട്ട് ചെയ്യുമ്പോൾ ഇവിടെ എത്ര വരും 6, 6 5 ആർ എത്ര 30. അപ്പം കുറച്ചു പേരെങ്കിലും ചോദിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടാവും ഇത്രയും ഈ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാൽക്കുലേഷൻ ചെയ്യാതെ ഇത് ചെയ്താൽ ഈസി ആയിട്ട് നമുക്ക് ആൻസർ കിട്ടത്തില്ല എന്ന്. ശരിയാണ്, പക്ഷെ ഓരോ ഇക്വേഷനകത്തും ഓരോ പ്രത്യേകതയുണ്ട്. ഈ ഇക്വേഷനകത്ത് ലാസ്റ്റ് ടൈം അല്ലെങ്കിൽ എ എൻ വേണ്ട. ഈ ഇക്വേഷനകത്ത് എന്ത് വേണം, ആ ലാസ്റ്റ് ടൈം അല്ലെങ്കിൽ എന്ത് വേണം, എ എൻ വേണം. അതാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ രണ്ട് ഫോർമുല അപ്ലൈ ചെയ്താലും ഇവിടുത്തെ ആൻസർ എത്ര തന്നെയാണ് വരുന്നത്, 30 തന്നെയാണ് വരുന്നത്. അപ്പൊ ഏത് ഫോർമുല അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. എ എൻ ഉണ്ടെങ്കിൽ ഈ ഫോർമുല, എ എൻ ഇല്ലെങ്കിൽ ഈ ഫോർമുല വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഇത് വൃത്തിയായിട്ട് എഴുതിയെടുക്കാം. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പേജ് നമ്പർ 109 എക്സാമ്പിൾ 11 ആണ് ചെയ്യാൻ പോകുന്നത്. ഫൈൻഡ് ദ സം ഓഫ് ദ ഫസ്റ്റ് 22 ടേംസ് ഓഫ് ദി എ പി. ഇതാണ് എ പി. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം, എന്താന്ന് വെച്ചാല് നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എടുത്തെഴുതണം. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 22 ടേംസ്. സോ 22 ടേംസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഗിവൺ എ പിനെ എങ്ങനെ എഴുതാം, നമുക്ക് ഇത്രയും നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ, 22 ടേംസ്. അപ്പൊ എ പിനെ ഞാൻ ഇങ്ങനെ എഴുതുവാണ് 8, 3, -2 എക്സെട്ര. അപ്പൊ ഇതിനെ A1, A2, A3 എക്സെട്ര ഇങ്ങനെ പോകുമ്പോൾ A22 അവിടം വരെയുള്ള ടേംസിന്റെ സം കണ്ടെത്തണം. അപ്പൊ ഇങ്ങനൊരു ജനറൽ ഫോം എഴുതുന്നത് നമുക്ക് എന്തുകൊണ്ടും നല്ലതാണ്. അപ്പോ ഇതെന്താണ്, ഇവിടുന്ന് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇവിടെ എ എൻ എന്നും പറയാം അല്ലെ. സോ ഇവിടെ എൻ എത്ര ആണ് 22, മനസ്സിലായോ? അതായത് 8, 3, -2 എക്സെട്ര ഇങ്ങനെ പോവാണെങ്കിൽ ലാസ്റ്റ് ടൈം എന്തായിരിക്കും, എ എൻ ആയിരിക്കും. അപ്പൊ ഇവര് പറഞ്ഞേക്കുന്നത് ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 22 ടേംസ് ഓഫ് ദി എ പി എന്നാണ്. സോ 22 ടേംസ് ആകുമ്പോൾ A1, A2, A3 എക്സെട്ര എവിടം വരെ വരും, A22 വരെ വരും. സോ അപ്പൊ ഇവിടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം 22 ടേംസിന്റെ സം വേണം, 22 ടേംസ്. സോ n ഇസിക്കൽ ടു എത്ര ആയിരിക്കും, 22 ആയിരിക്കും. ഓക്കെ, പിന്നെ എ നമുക്കുണ്ടല്ലോ, ഫസ്റ്റ് ടൈം എത്ര 8. ഓക്കെ, ഡിഫറൻസ് എങ്ങനെയാ നമ്മൾ കാണുന്നത്, 3 - 8 ആ ഡിഫറൻസ് കാണുന്നത്, കോമൺ ഡിഫറൻസ് 3 - 8. ഇതാണ് ഓക്കെ, 3 - 8 ചെയ്യുമ്പോൾ എത്ര വരും, -5. ദാറ്റ് ഈസ് ഈക്വൽ ടു -5. ഇത്രയും ഡീറ്റെയിൽസ് അല്ലേ നമുക്ക് ഉള്ളത്. ഓക്കെ, ഇനി സം ഓഫ് ഫസ്റ്റ് 22 ടേംസ് ഓഫ് എ പി എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, സം ഓഫ് ഫസ്റ്റ് 22 ടേംസ് എന്ന് പറഞ്ഞാൽ S22 എന്നാണ് അതിന്റെ അർത്ഥം. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ S22 എന്തുവാ, സം ഓഫ് ഫസ്റ്റ് 22 ടേംസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, എസ് ന്റെ ഫോമിൽ എഴുതണം. Sn is equal to n/2 into 2a plus n minus 1 into d എഴുതണം. എന്നിട്ട് n എത്ര കൊടുക്കണം, 22. S22 is equal to 22/2 into 2 into a. 2 into എത്ര എടുക്കണം, a എത്രയാണ് 8 plus n minus 1. n എത്ര 22 minus 1 into d എത്രയാണ് -5. അത് ശ്രദ്ധിച്ചോണം, ബ്രാക്കറ്റ് ഇട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. d എത്ര ഇടണം, -5 ബ്രാക്കറ്റ് ഇടണം. സോ 22/2 ആകുമ്പോൾ 11 into 2 into 8 എത്ര വരും, 16 plus 22 minus 1 ആകുമ്പോൾ എത്ര, 21 into 5 minus 5. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 11 into 16 plus പ്ലസ് ആണോ, അല്ല, ഇനി എന്താണ് മൈനസ് ആ കാര്യം. 21 into -5 -105 എന്ന് വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 11 into 16 minus 105. ഓക്കെ, 16 minus 105 വരുമ്പോൾ -89 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു -979 ആണ് ഇതിന്റെ പ്രോഡക്റ്റ് വരുന്നത്. സോ സം ഓഫ് ഫസ്റ്റ്
20 ടേംസ് ഓഫ് ദി എ പി എത്രയാണ്? -979 S22. ഓക്കെ, ഇവിടെ എടുത്ത് എഴുതണം എന്താണ്? സം ഓഫ് എന്ത്? ഫസ്റ്റ് 22 ടേംസ് ഓഫ് ദി given AP is എത്ര? -979. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇവിടെ ആകെപ്പാടെ ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളത് n എന്നുള്ളതാണ്. ഫൈൻഡ് ദ n എത്രയാണെന്നുള്ളതാണ്. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 22 ടേംസ്. സോ n is equal to 22. പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു ജനറൽ ഫോം ഒക്കെ എഴുതി നോക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, എഴുതി വെക്കുക. അടുത്തായിട്ട് ശ്രദ്ധിക്കുക, എക്സാമ്പിൾ 12 ആണ്, സെയിം പേജ് നമ്പറിൽ. ഇഫ് ദ സം ഓഫ് ദ ഫസ്റ്റ് 14 ടേംസ് ഓഫ് ആൻ AP ഈസ് എത്ര? 1050. അപ്പൊ ഇതിൽ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? സം ഓഫ് ദ ഫസ്റ്റ് 14 ടേംസ് ഓഫ് AP ഈസ് 1050 എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതാൻ ഞാൻ സം ഓഫ് ഫസ്റ്റ് 14 ടേംസ് എന്ന് പറഞ്ഞാൽ S14 ആണ് 1050. ഓക്കെ, S14 എന്ന് പറഞ്ഞാൽ എന്താ? സം ഓഫ് ഫസ്റ്റ് 14 ടേംസ്, അതാണ് 1050. പിന്നെ ഇറ്റ്സ് ഫസ്റ്റ് ടൈം ഈസ് 10. സോ ഫസ്റ്റ് ടൈം A is equal to എത്ര? 10. ഇനി ഫൈൻഡ് ദ 20th ടൈം. ഇതാണ് നമ്മുടെ ശരിക്കും ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ 20th ടേം. ഓക്കെ, അപ്പൊ ഈ 20th ടേം കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ഇവിടെ ചെയ്യുവാണ്. 20th ടേം എന്ന് പറഞ്ഞാൽ A20. സോ ഇവിടെ എഴുതാം നമുക്ക്. 20th ടേം. അപ്പൊ ഇത് നമ്മള് nth ടേമിന്റെ പോർഷനിൽ പഠിച്ചതാണ് അല്ലെ? ജനറൽ ടേം, അതായത് nth ടേം എന്താ? an is equal to a plus n minus 1 into d പഠിച്ചിട്ടുണ്ടല്ലോ. എങ്ങനെയാണ്? an is equal to a plus n minus 1 into d. സോ 20th ടേം എന്ന് വെച്ചാൽ A20. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? a plus 19d. a നമുക്കറിയാം എത്ര? 10 plus 19 into എന്ത് വേണം നമുക്ക്? d വേണം. എന്നാലേ 20th ടേം കണ്ടുപിടിക്കാൻ പറ്റൂ. സോ ആ d കണ്ടുപിടിക്കാനുള്ള ക്ലൂ ആണ് മേളിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി മുകളിലോട്ട് തന്നെ പോവാം. സം ഓഫ് ഫസ്റ്റ് 14 ടേംസ് ഓഫ് AP ഈസ് 1050. സോ S14 is equal to 1015 എഴുതി. ഫസ്റ്റ് ടേം 10 എന്ന് എഴുതി. ഇതിനകത്ത് നമുക്കൊരു ക്ലൂ ഇരിപ്പുണ്ട്. അതായത് സം ഓഫ് ഫസ്റ്റ് 14 ടേംസ് എന്ന് വെച്ചാൽ 14 ടേംസ് ആണ്. സോ n is equal to എത്ര ആണ്? 14. അല്ലെങ്കിൽ തന്നെ ഇവിടെ ഉണ്ട്, S14 n ഉണ്ട്. സോ ഇവിടെ നമുക്ക് ഈ S14 ഈ 14 ആണ് n എന്ന് നമുക്ക് അറിയാം. എന്നിരുന്നാൽ തന്നെ നമ്മൾ നോക്കുവാണ് സം ഓഫ് ദ ഫസ്റ്റ് 14 ടേംസ്, 14 ടേംസിന്. therefore n is equal to 14 എഴുതി. പിന്നെ എന്താ ഉള്ളത്? ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ആ AP അങ്ങ് എഴുതുവാണ്. A1 പ്ലസ് A2 പ്ലസ് എക്സെട്ര എവിടം വരെ വരും? 14 ടേംസ് അല്ലേ? A14. ഇതാണ് 1050 എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അതായത് ആദ്യത്തെ 14 ടേംസിന്റെ സമ്മാണ് 1050 എന്നാണ് അവര് പറഞ്ഞിരിക്കുന്നത്. ഇനി അതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇതിനെ ഈ 14 ടേംസിന്റെ സമ്മിനെ നമുക്ക് എന്തെന്ന് കൊടുക്കാം? ഇങ്ങനെ ഇത്രയും 14 ടേംസിന്റെ സമ്മിനെ നമുക്ക് എന്ത് കൊടുക്കാം? S14 എന്ന് കൊടുക്കാം. സോ ഫസ്റ്റ് ടേം തൊട്ട് 14 ടേംസ് വരെയുള്ള സമ്മാണ് 1050. നമുക്ക് SN ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ടേംസിന്റെ സമ്മിന് വരെ നമുക്ക് SN ഇട്ട് കൊടുക്കാം. സോ SN is equal to എന്താണ്? n/2 into 2a plus n minus 1 into d. ഓക്കെ, 14 ടേംസിന്റെ സം ആയതുകൊണ്ട് n-ന് വരെ 14 ഇട്ട് കൊടുക്കുന്നു, n-ന് വീണ്ടും 14 ഇട്ട് കൊടുക്കുന്നു. 2 into a എത്ര? 10 അവിടെ ഉണ്ട്. പ്ലസ് n എത്രയാണ്? 14 minus 1 into എത്ര? d നമുക്ക് അറിഞ്ഞൂടാ. സോ ഇവിടെ ശ്രദ്ധിച്ചേ, ഈ S14 ഇവിടെ ഉണ്ട് 1050. അതായത് ഇതിന്റെ സം ഇവിടെ ഉണ്ട്. സോ അത് വിട്ടു കൊടുക്കണം. 1050 is equal to 14/2 7 into 20 plus 13 into d. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ 7 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തോണ്ടിരിക്കുക. ഈ 7 ഇപ്പുറത്തുനിന്ന് ഡിവൈഡ് ചെയ്യുമ്പോൾ 1000 എന്താന്ന് ഇവിടെ ചെയ്ത് നോക്കാം. 1050/7 അല്ലെങ്കിൽ ഇവിടെ എഴുതിയേക്കാം നമുക്ക്. 1050/7 is equal to 20 plus എത്ര? 30d.
1015/7 എന്ന് പറയുമ്പോഴത്തേക്ക് 150 വരും. ഇസ് ഈക്വൽ ടു എത്ര? 20 പ്ലസ് 13D. ഈ 20 ഇപ്പുറത്ത് വരുമ്പോൾ 130 ഇസ് ഈക്വൽ ടു 13D എന്ന് വരും. അപ്പം ഈ ഡി 13 ഇപ്പുറത്തുനിന്ന് ഡിവൈഡ് ചെയ്യുമല്ലോ. സോ 130/13 ഇസ് ഈക്വൽ ടു D. 10 ഇസ് ഈക്വൽ ടു D, അല്ലെങ്കിൽ D ഇസ് ഈക്വൽ ടു എത്ര കൊടുത്തു? നമുക്ക് 10 കിട്ടും. ആ കിട്ടിയ ഡിയുടെ വാല്യൂ 10 എടുത്തിട്ട് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇവിടെ 10 കൊടുത്തു. ഇനി എന്ത് ചെയ്യണം? 10 പ്ലസ് 190 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര? 200. സോ 200 ആണ് 20th ടേം ഓഫ് ദി AP എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ഇതായിരുന്നു ക്വസ്റ്റ്യൻ. If the sum of the first 14 terms of the AP is 1050. Sum of first 14 terms ആയതുകൊണ്ട് S14 is equal to 1015 കൊടുത്തു. ആദ്യത്തെ ടേം 10 എന്ന് കൊടുത്തു. 14 ടേംസ് അറൗണ്ട് n എത്ര കൊടുത്തു? 14 കൊടുത്തു. ഫൈൻഡ് ദ 20th ടേം. 20th ടേം ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. 20th ടേം എന്ന് വെച്ചാൽ A20 ആണ്. ഇതൊക്കെ നമ്മൾ മുന്നേത്തെ എക്സസൈസ് പഠിച്ചിട്ടുള്ളതാണ്. സോ A20 ഇക്വേഷൻ A പ്ലസ് 19D അത് ഇങ്ങനെ കിട്ടിയിട്ടുള്ളത്. an is equal to A plus n minus 1 D. അതുവഴി A20 is equal to A plus 19D. അതിനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ ഇവിടെ എന്തായിരുന്നു മിസ്സിങ്? നമുക്ക് D ഇല്ലായിരുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ബ്ലാക്കിംഗ് കൊണ്ട് എഴുതിയേക്കുന്നത്. D എവിടുന്നാ കിട്ടുന്ന വെച്ചാൽ ഇവിടുത്തെ ബാക്കിയുള്ള കാൽക്കുലേഷൻ വഴിയാണ് കിട്ടുന്നത്. സോ നോക്കേ, S14 is equal to 1050. SN ഫോർമുല ഞാൻ എടുത്ത് എഴുതി. അതിനകത്ത് n 14 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? S14 കിട്ടും. 14/2 ഇൻറ്റു എക്ക് വരെ 10. അങ്ങനെ സോൾവ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഡിയുടെ വാല്യൂ 10 കിട്ടും. ആ ഡി എടുത്തിട്ട് വേണം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ. സോ അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ ചെയ്ത് പഠിക്കുക. ഓക്കെ, ശ്രദ്ധിക്കുക. നമ്മളിപ്പോ ഈ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ 13 ആണ്, പേജ് നമ്പർ 110. അപ്പൊ ഇത് ഇത്തിരി ലെങ്തി ആണ്. അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്കുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാനൊക്കെ വരുന്നുണ്ട്. അപ്പൊ അത് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ഹൗ മെനി ടേംസ് ഓഫ് ദി AP? അപ്പൊ ക്വസ്റ്റ്യൻ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഹൗ മെനി ടേംസ്, അപ്പൊ എന്താണ്? എത്ര ടേംസ് ഉണ്ട്? ഹൗ മെനി ടേംസ് ഓഫ് ദി AP 24, 21, 18 etc. must be taken so that their sum is 78. അപ്പൊ എത്ര ടേംസ് കൂട്ടിയാലാണ് സം എത്ര കിട്ടുന്നത്? 78 കിട്ടുന്നത്. സോ ആദ്യം തന്നെ n ആണ് ഇവിടെ കണ്ടുപിടിക്കാനുള്ളതെന്ന് ഞാനങ്ങ് എഴുതുവാണ്. ഇനി സോ എന്താണ് പറയുന്നത്? ഹൗ മെനി ടേംസ് ഓഫ് ദി AP 24, 21, 18 etc. must be taken so that their sum 78. അതായത് ഇതേ കണക്കത്തുള്ള എത്ര AP യിലെ ടേംസ് കൂട്ടിയാലാണ് 78 കിട്ടുന്നത്? സോ നോക്കിക്കേ, A1 പ്ലസ് A2 പ്ലസ് എക്സെട്ര AN ഇസ് ഈക്വൽ ടു എത്ര വരണം? 78. അപ്പൊ n എത്ര നമുക്ക് അറിയത്തില്ല. ഓക്കെ ആണോ? അപ്പൊ എത്ര ടേംസ് കൂട്ടിയാൽ 78. പക്ഷെ ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം ഒക്കെ നമുക്ക് അറിയാം കേട്ടോ. 24 പ്ലസ് 21 പ്ലസ് 18 എക്സെട്ര എത്ര ടേം ആണെന്ന് നമുക്ക് അറിയത്തില്ല. ഈ AN അറിയാമെങ്കിൽ ഒരു പക്ഷെ എത്രാമത്തെ ടേം ആണെന്ന് അറിയായിരുന്നു, അല്ലെങ്കിൽ എത്ര ടേം ഉണ്ടെന്ന്. ഈ n ആണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. എത്ര ടേംസ് കൂട്ടുമ്പോൾ സം 78. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. 2, 4, 6, 8, 10, 12, 14 എക്സെട്ര. ഇതിൽ എത്ര ടേംസ് കൂട്ടുമ്പോൾ സം 13 കിട്ടും? നമ്മൾ നേരത്തെ ചെയ്ത ഇത്രയും ടേംസ് കൂട്ടിയാൽ തന്നെ 2 പ്ലസ് 4 പ്ലസ് 6 പ്ലസ് 8 പ്ലസ് 10 കൂട്ടുമ്പോൾ തന്നെ എന്ത് കിട്ടും? സം 13 കിട്ടും. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, എത്ര ടേംസ് കൂട്ടും? n എത്ര? 1 2 3 4 5 5 ടേംസ് കൂട്ടുമ്പോഴാണ് സം എത്ര കിട്ടുന്നത്? 13 കിട്ടുന്നത്. അപ്പൊ അതുപോലെ ഈ AP യിലെ എത്ര ടേംസ് കൂട്ടുമ്പോൾ സം 78 വരും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതാം. n ആണ് കണ്ടുപിടിക്കാനുള്ളത്. എത്ര ടേംസ് കൂട്ടിയാലാണ് സം കിട്ടുന്നതെന്ന് നമുക്കറിയാം. A എത്ര ആണ്? 24. D എത്ര ആണ്? 21 മൈനസ് 24 എത്ര? -3. ഓക്കെ, അപ്പൊ ഇതിനെതാ ഈ കിട്ടിയിരിക്കുന്നതിനെ നമുക്ക് SN എന്ന് പറഞ്ഞൂടെ? സം അല്ലേ? അപ്പൊ അതിന് നമുക്ക് എന്തെന്ന് പറയാം? SN എന്ന് പറയാം. ഓക്കെ ആണല്ലോ? സോ ഞാൻ SN ന്റെ ഫോർമുല ഇടുവാണ്. എന്താണ് SN ന്റെ ഫോർമുല? SN ന്റെ ഫോർമുല ഇതാണ്. SN is equal to n/2 into 2a plus n minus 1 into D.
സോ അപ്പൊ സമ്മ് എത്ര കിട്ടണമെന്ന് അവര് പറഞ്ഞിരിക്കുന്നത് 78 സമ്മ് കിട്ടണമെന്നാ പറഞ്ഞിരിക്കുന്നത്. സോ ഈ എസ് എൻ പകരം 78 കൊടുക്കാം. n/2 എന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. എത്ര ടേംസ് കൂട്ടുമ്പോഴാണ് 78 കിട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്നെ അറിയില്ല. 2 into a എത്രയാണ് 24 പ്ലസ് n-1 d എത്ര -3. അപ്പൊ ഇനി ശ്രദ്ധിച്ചേണം, ഈ 2 ഇപ്പുറത്തോട്ട് പോകുമ്പോഴത്തേക്ക് 78 into 2 വരും, 156 എന്ന് വരും. 78 into 2 എത്രയാണ് 156 is equal to n into 22 into 24 എത്ര വരും 48 പ്ലസ്, ഇവിടെ ശ്രദ്ധിക്കണം ഈ -3 കൊണ്ട് ഇതിനെ രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്യണം. -3 into n ശരിക്കും വരുന്ന എത്രയാണ് -3n -3 into 1 plus 3 എന്ന് വരും. അപ്പൊ ഈ കാൽക്കുലേഷൻ മിക്ക ആൾക്കാരും തെറ്റിക്കും. അത് നോക്കിക്കേ, ഡി കൊണ്ട് ഇവിടെ രണ്ടിടത്ത് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതല്ലേ. അപ്പൊ ഡി -3 ആകുമ്പോൾ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക ചെയ്യേണ്ടത്. സോ -3 into n, പിന്നെ അതിനൊക്കെ തന്നെ -3 into -1 ദാറ്റ് ഈസ് +3. അപ്പൊ 156 is equal to n into 48 3 കൂടെ എത്ര കൊടുക്കാം 51 മൈനസ് എത്ര കൊടുക്കാം 3n എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് 156 is equal to n into 51 എത്ര 51n മൈനസ് 3n into n എത്ര 3n സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാം. ഇതിനെ ലെഫ്റ്റ് കൊണ്ടുവരുമ്പോൾ -3n സ്ക്വയർ ഇപ്പുറത്ത് വരുമ്പോൾ 3n സ്ക്വയർ, 51n ഇപ്പുറത്ത് വരുമ്പോൾ -51n പ്ലസ് 156 is equal to 0 എന്ന് വരും. ഓക്കെ, ഇതിനെ ഫുള്ള് നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോഴത്തേക്ക് എന്ത് വരും n സ്ക്വയർ, 51 ഡിവൈഡ് ബൈ 3 വരുമ്പോഴത്തേക്ക് -17n വരും, പ്ലസ് 52 എന്ന് വരും. 52 is equal to എത്ര 0. ഇനി നമുക്ക് ഇതിനെയാണ് സോൾവ് ചെയ്യാനുള്ളത്. ഈ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ് എന്നിലുള്ള. ഇത് നമുക്ക് ഒന്നീ ക്വാഡ്രാറ്റിക് ഫോമിൽ വെച്ച് യൂസ് ചെയ്യാം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നുള്ള ചാപ്റ്റർ പഠിച്ചിട്ടുള്ളവർക്ക്. അതല്ലെന്നുണ്ടെങ്കിൽ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം വഴി എന്ത് ചെയ്യാം, നമുക്ക് പോളിനോമിയൽസ് എന്ന ചാപ്റ്റർ ഉണ്ട്, 10th ഉണ്ട് 9th ഉണ്ട്. അപ്പൊ 10th കൂടുതലായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ ആ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം വഴി ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പൊ അറിഞ്ഞൂടാത്തവരെ ശ്രദ്ധിച്ചിരിക്കുക എങ്ങനെയാണ്. അപ്പൊ ഇത് ചെയ്യുന്നത് നമുക്ക് സമ്മും പ്രോഡക്റ്റും, അതായത് രണ്ട് നമ്പേഴ്സ് വേണം. ആ രണ്ട് നമ്പേഴ്സിന്റെ സം എന്ന് പറഞ്ഞാൽ എന്നിന്റെ കോഎഫിഷ്യന്റ് ആയിട്ടുള്ള -17 ആണ്. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാല് എന്തായാലും വരുന്നത് n സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. 1 into 52 എത്ര 52 ആണ് വരേണ്ടത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇത് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം വഴിയാണ് ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് രണ്ട് നമ്പേഴ്സ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ രണ്ട് നമ്പേഴ്സിന്റെ സമ്മ് -17 വരണം, പ്രോഡക്റ്റ് എത്രയും വരണം 52 നമുക്ക് വരണം. ഓക്കെ, ഇതൊക്കെ പോളിനോമിയൽസ് എന്ന ചാപ്റ്ററിനകത്തുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ആ നമ്പേഴ്സ് കണ്ടുപിടിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ഞാനൊരു കാര്യം ചെയ്യുവാണ്. പ്രൊഡക്റ്റ് 52 വരുന്ന നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ പോവാണ്. അതായത് 52ന്റെ ഫാക്ടേഴ്സ്, പ്രൊഡക്റ്റിന്റെ ഫാക്ടേഴ്സ്. അപ്പൊ അതായത് ടി മെത്തേഡ് എന്നാ പറയുന്നത് ഇതിനെ. 1 into 52 എന്ത് വരും 52, 2 into 26 എന്ത് വരും 52, 3 into വരത്തില്ല, 4 into 13 എന്താണ് 52 ആണ്. അതറിയണമെന്നുണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. 1 into 52 52, 2 into 52, 2 into 26 എത്ര 52. 4ന്റെ ടേബിളിൽ വരുമോന്ന് അറിയാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, 52നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക് 13 കിട്ടും. അത് ഞാനിവിടെ എഴുതി വെച്ചു. ഇനി ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാല് ഈ നമ്പറിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇനി അങ്ങോട്ട് ചെയ്യണ്ട. ഈ നമ്പറിന്റെ പ്രത്യേകത ഈ 13ഉം 4ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര വരും 17 വരും. 13ഉം 4ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 52 കിട്ടുകയും ചെയ്യും. അപ്പൊ നമുക്ക് നമ്പേഴ്സ് കിട്ടി. പക്ഷെ അതേസമയം 1ഉം 52 എടുക്കാൻ പറ്റില്ല. 1 into 52 52 തന്നെ. പക്ഷെ 1ഉം 52 കൂടെ കൂട്ടുമ്പോൾ ഒരിക്കലും 17 വരത്തില്ല. 2ഉം 26ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 52 വരും. പക്ഷെ 2ഉം 26ഉം കൂടെ സബ്ട്രാക്ട് ചെയ്യുമ്പോഴോ ആഡ് ചെയ്യുമ്പോഴോ ഒന്നും ഒരിക്കലും 17 വരത്തില്ല. പക്ഷെ 4ന്റെയും 13ന്റെയും പ്രത്യേകത എന്തുവാ, 4 into 13 52 വരികയും ചെയ്യും. 4 plus 13 എത്ര വരികയും ചെയ്യും 17 വരികയും ചെയ്യും. പക്ഷെ അങ്ങനെയുള്ള കേസിൽ ആ രണ്ട് നമ്പേഴ്സ് നമുക്ക് എടുത്ത് വീണ്ടും ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. വീണ്ടും ഒരു പ്രോസസ്സ് വരുന്നുണ്ട്. ആ പ്രോസസ്സ് ചെക്ക് ചെയ്യുക. നമ്പേഴ്സ് 4ഉം 13ഉം ആണ്. സോ 4 into 32 52 ഓക്കെ ആണ്. 52 വന്നു പ്രൊഡക്റ്റ്. പക്ഷേ 4 plus 13
17 ആണ്. നമുക്ക് വരേണ്ട എത്രയാണ്? -17 ആയിരുന്നു. അതുകൊണ്ട് ഈ കിട്ടിയ നമ്പേഴ്സിന്റെ സൈൻ നമ്മൾ അങ്ങ് മാറ്റുവാണ്. -4ഉം -13 കൂട്ടുമ്പോൾ എത്ര വരും? -17. -4ഉം -13 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും? +52. അപ്പോ ആ നമ്പേഴ്സ് ഏതൊക്കെയാണ്? -4 ആൻഡ് എത്ര? -3, 13. ഇതാണ് ആ രണ്ട് നമ്പേഴ്സ്. ഇനി നമ്മൾ ചെയ്യേണ്ട ഇത്ര മാത്രമാണ്. ഈ രണ്ട് നമ്പേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഈ പോളിനോമിയലിനെ എടുക്കണം. ദാ നോക്കേ, n² - 17n + 52 = 0 എടുത്തിട്ട് n² ഈ 17 പകരം ഇത് രണ്ടും ആഡ് ചെയ്ത് കൊടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഈ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഇതാക്കും. ആണ്ടേ എന്താക്കാം നമുക്ക്? -4n പിന്നെന്തുവാ? -13n + 52 = 0 ഇട്ട് കൊടുത്തു. അതായത് -17n പകരം -4n -13n ഇട്ട് കൊടുത്തു. അപ്പൊ റിസൾട്ടിൽ -4n + -13n എന്ത് വരും? -17n തന്നെ വരും. അങ്ങനെ ചെയ്തതിനു ശേഷം ഇതിനെ ഒരു ഗ്രൂപ്പ് ആക്കണം. അവിടുന്ന് n ഔട്ട്സൈഡ് എടുക്കുമ്പോൾ n-4 വരും. ഇതിനെ രണ്ടിനെ ഒരു ഗ്രൂപ്പ് ആക്കണം. -13 ഔട്ട്സൈഡ് എടുക്കണം. ഓക്കെ, -13 പോയാൽ ഇവിടെ n വരും. ഇവിടെ മൈനസ് പുറത്തെടുത്തോണ്ട് സൈൻ മാറി 52 13 പോവുക മീൻസ് 52 / 13 ആണ്. ദാറ്റ് ഈസ് എത്ര വരും? 4 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇനി നോക്കുക, ഈ രണ്ട് ടേംസിലും n-4 ഉണ്ട്. n-4 ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും നമുക്ക്? n-4 ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ n ഉണ്ട്, ഇവിടെ എത്ര ഉണ്ട്? 13 ഉണ്ട്. ഇസ് ഈക്വൽ ടു 0. അപ്പൊ ഇങ്ങനെ വന്നാൽ നമുക്കറിയാം ഒന്നുകിൽ n-4 is equal to 0 അല്ലെങ്കിൽ n-13 is equal to 0. n is equal to -4 അപ്പുറത്ത് പോകുമ്പോഴത്തേക്ക് എന്താവും? +4 ആവും. n is equal to -13 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? +13 വരും. സോ n-ന് നമുക്ക് എത്ര വരും? രണ്ട് വാല്യൂസ് വരുന്നുണ്ട്. n is equal to 4 n is equal to 13. അതായത് ഇതിന്റെ അർത്ഥം ഇതാണ്, ഈ എപിയില് ഫസ്റ്റ് 4 ടേംസിന്റെ സം എടുത്താലും 78 കിട്ടും. 13 ടേംസിന്റെ സം എടുത്താലും എന്ത് കിട്ടും? 78. കാര്യം എന്താ അറിയോ? ഇത് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നെഗറ്റീവ് ആയി പോയിക്കൊണ്ടിരിക്കുക. ഇത് ഫസ്റ്റ് 4 ടേംസ് അല്ലേ? ഇത് 1 2 3 ഇനി ഒരു ടേമും ഉണ്ട്. അങ്ങനെ 4 ടേമിന്റെ സം എടുത്താലും എന്ത് കിട്ടും? 78 കിട്ടും. അങ്ങോട്ട് പോകുന്നവരും പിന്നെ മൈനസ് ആവും. അപ്പൊ അതനുസരിച്ച് n is equal to 13. 13 ടേംസിന്റെ സം എടുത്താലും എന്ത് തന്നെ കിട്ടും? 78 കിട്ടും. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ കുറച്ച് ലെങ്തി ആണ്. അപ്പം അത് മനസ്സിലാക്കി പഠിക്കുക. ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഹൗ മെനി ടേംസ് ഓഫ് ദി AP 24, 21, 18 എക്സെട്ര മസ്റ്റ് ബി ടേക്കൺ സോ ദാറ്റ് ദെയർ സം ഈസ് 78. അതായത് ഈ APയിലെ എത്ര ടേംസ് എടുത്തു കഴിഞ്ഞാൽ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സം 78. സോ നമ്മൾ ജനറൽ ഫോം എഴുതി A1 + A2 + A3 എക്സെട്ര AN is equal to 78 എഴുതി. അവിടെ 24, 21, 18 എക്സെട്ര AN is equal to 78 എഴുതി. 78 ആണ് സം. therefore നമ്മൾ എന്ത് കൊടുത്തു? SN കൊടുത്തു. സോ SN ന്റെ ഫോർമുല SN is equal to n/2 × 2a + n-1 × d. Here value of SN is 78. N is unknown value. 2 × a is 24 + n-1 × d is -3. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്ക് 2 അപ്പുറത്ത് പോയപ്പോ എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്ത് 156 ആയി. -3 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തപ്പോ -3n + 3 ആയി. 48 + 3 51 കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ നമുക്ക് എന്ത് കിട്ടി? ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. സോ നമ്മൾ എന്ത് ചെയ്തു? 3 കൊണ്ട് ഈ ഇക്വേഷനെ ഡിവൈഡ് ചെയ്തു. സോ ദ ഫൈനൽ റിസൾട്ട് ഈസ് n² - 17n + 52 is equal to 0. സോ ഇത് നമുക്ക് സോൾവ് ചെയ്യണം. അത് ക്വാഡ്രാറ്റിക് ഫോമിലെയോ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം വഴിയൊക്കെ സോൾവ് ചെയ്യാം. നമ്മൾ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം വഴിയാണ് സോൾവ് ചെയ്തത്. ഈ നടുക്കത്തെ ടേം 17n നമുക്ക് സ്പ്ലിറ്റ് ചെയ്യണമായിരുന്നു. അതുകൊണ്ട് സമ്മും പ്രോഡക്റ്റ് എടുത്തു. രണ്ട് നമ്പേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് രണ്ട് നമ്പേഴ്സിന്റെ സമ്മ് -17ഉം പ്രോഡക്റ്റ് 52ഉം വരണം. അങ്ങനെയുള്ള രണ്ട് നമ്പേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ 52ന്റെ ഫാക്ടേഴ്സ് എടുത്തു. 1 × 52 52, 2 × 26 52, 4 × 13 52. അതിൽ 4ഉം 13ഉം കോമ്പിനേഷൻ ഒരു പ്രത്യേകതയുണ്ട്. 4 × 13 52 ആണ്. ഓക്കെ, അത് ഓൾറെഡി ആണ്. 4 + 13 എന്ത് വരും? 17 വരെയും ചെയ്യും. അതുകൊണ്ട് സോ നമ്മൾ എന്ത് 4 and 13 നമ്മൾ എടുത്തു. എന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കി. 4 × 13 52, ദാറ്റ് ഇസ് കറക്റ്റ്. -4 + -13 is -17 and -4 × -13 is equal to +52.
സോ 4 and 13 നമ്മൾ എടുത്തിട്ടില്ല, പകരം -4 and -13 ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതാണ് നമ്മളുടെ രണ്ട് നമ്പേഴ്സ്. എന്നിട്ട് ആ ഇക്വേഷന് വീണ്ടും ഇങ്ങോട്ട് എടുത്ത് എഴുതി. അതിന്റെ നടുക്കത്തെ ടേം ആയിട്ടുള്ള -17 തന്നെ ഞങ്ങൾ സ്പ്ലിറ്റ് ചെയ്തു. പകരം -4ന്റെ കൂടെ n ഇട്ട് കൊടുത്തു, -13 കൂടെ n ഇട്ട് കൊടുത്തു, ബാക്കി കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് ഈ രണ്ട് ടേംസിൽ നമ്മൾ n ഔട്ട്സൈഡ് എടുത്തു, ഇവിടുന്ന് എന്ത് ഔട്ട്സൈഡ് എടുത്തു, 13 ഔട്ട്സൈഡ് എടുത്തു. സോൾവ് ചെയ്ത് നോക്കാം. n = 4 and n = 3. സോ ഫസ്റ്റ് 4 ടേംസിന്റെ സം എന്താണ്, 78, ആൻഡ് ഓൾസോ ദ സം ഓഫ് ഫസ്റ്റ് 13 ടേംസ് ഈസ് ഓൾസോ 78. മനസ്സിലാക്കണമെങ്കിൽ എഴുതിയെടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. പേജ് നമ്പർ 111, എക്സാമ്പിൾ 15 ആണ്. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 24 ടേംസ് ഓഫ് ദി ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ്. അതായത് സം ഓഫ് ഫസ്റ്റ് 24 ടേംസ് ആണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം, S24 അല്ലേ. സോ S24 ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, സം ഓഫ് ഫസ്റ്റ് 24 ടേംസ് ഓഫ് ദി AP whose nth term is given by nth term തന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് nth ടേമിന്റെ ഗുണം? ഓക്കെ, nth ടേം തരുമ്പോൾ n = 3 + 2n. ഇത് മാത്രമേ തന്നിട്ടുള്ളൂ. നമ്മളടുത്ത് പറഞ്ഞേക്കോ സം ഓഫ് ഫസ്റ്റ് 24 ടേംസ് കണ്ടുപിടിക്കാൻ. അപ്പം ഒരു കാര്യം മനസ്സിലാക്കണം, an എന്ന് പറഞ്ഞാൽ nth ടേം അല്ലെങ്കിൽ ജനറൽ ടേം തന്നാൽ AP നമുക്ക് ഫോം ചെയ്യാൻ അറിയാം. ഒരുപക്ഷെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ എക്സസൈസിൽ ചെയ്ത് നോക്കിയാൽ മതി, അല്ലെങ്കിൽ മറിച്ച് നോക്കിയാൽ മതി. അപ്പൊ ഇപ്പൊ ഇവിടെ ഞാൻ ചെയ്യുന്നുണ്ട്, an 3 + 2n ആണെങ്കിൽ നമുക്ക് a1 കണ്ടുപിടിക്കാൻ എത്ര കിട്ടും, 3 + 2 × 1 that is 3 + 2 that is 5. a2 എന്താണ്, 3 + 2 × 2 that is 3 + 4 that is = 7. ശ്രദ്ധിക്കുക, നമ്മൾ ചെയ്തുകൊണ്ട് വന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പേപ്പറിലേക്ക് ഇപ്പോൾ മാറിയിരിക്കുവാണ്. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവും എന്താണ് അങ്ങനെ ഒരു ക്ലാസ്സിൽ നിന്ന് ഈ പേപ്പറിലേക്ക് മാറിയതെന്ന്. അതായത് ആ ചെയ്തു വന്ന വീഡിയോയിൽ നമുക്ക് ചെറിയൊരു കറക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. ശ്രദ്ധിക്കുക, an = 3 + 2n അത് ശരിയാണ്. a1 3 + 2 × 1 5 അത് ശരിയായിരുന്നു. a2 7. പക്ഷേ a3 എന്ന് പറഞ്ഞത് നമ്മൾ ആക്ച്വൽ വീഡിയോയിൽ ചെയ്തു വന്നപ്പോൾ 3 + 2 × 3ക്ക് പകരം 3 × 3 ആയിപ്പോയി. അതായത് ഈ ഒരു പാർട്ടാണ് ആക്ച്വൽ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അതായത് a3യുടെ എൻ്റയർ വാല്യൂ 12 എന്ന് പറഞ്ഞത് തെറ്റാണ്. ശരിക്ക് ഉള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ് a3, അതാണ്ട് 3 + 2 × 3 ശരിയാണല്ലോ. നമ്മുടെ an എത്ര, 3 + 2n അല്ലേ. അപ്പം 3 + 2 × n പകരം ഈ 3 കൊടുക്കണം, ദാറ്റ് ഈസ് 9. ഇത്രയേ ഉള്ളൂ. ആ AP നമുക്ക് ഫോം ആകുമ്പോൾ 5 7 9 എന്ന് പറഞ്ഞിട്ടാണ് AP ഫോം ആവേണ്ടത്. പക്ഷെ നമ്മുടെ വീഡിയോയിൽ ചെയ്തു വന്നപ്പോഴത്തേക്ക് AP ഫോം ആയപ്പോഴത്തേക്ക് 5 7 12 എന്നായിപ്പോയി. അപ്പം നിങ്ങൾ ഈ ഒരു സെക്ഷൻ അതിനകത്ത് വരുന്നുണ്ട്, ഈ ഒരു ലൈൻ, അത് അവസാനമാണ് നോട്ട് എഴുതുന്നതെങ്കിൽ ആ ഒരു ലൈൻ അവോയ്ഡ് ചെയ്യുക. പകരം a3 എന്ന് പറയുന്നത് 9 ആണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കുറച്ച് കണ്ടിന്യൂഷൻ ഞാൻ പറയുവാണ്. സോ നമുക്ക് a1 a2 a3 നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് വേണ്ട എന്താണ്, a1 മുതൽ a24 വരെയുള്ള ടേംസിൻ്റെ സമ്മാണ്. സോ ഞാൻ AP എടുത്ത് എഴുതുവാണ്, 5 7 9. ആ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ 9 പകരം അവിടെ 12 ആണ് കിടക്കുന്നത്. അതിവിടെ നമ്മുടെ പ്രോബ്ലത്തിനെ എഫക്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ കൂടിയും അത് ചേഞ്ച് ചെയ്തേക്കാം. 5 7 12 അല്ല, 5 7 9 ആണ് കറക്റ്റ്. ഓക്കെ, എഗെയിൻ നോക്കിയാൽ നമ്മുടെ AP കിട്ടി. APയിൽ ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള AP എന്ന് പറയുന്നത്. ആ APയുടെ ഫസ്റ്റ് ടേം 5 ആണ്. കോമൺ ഡിഫറൻസ് 7 - 5. 7 - 5 എത്രയാണ്, 2 ശരിയാണ്. n 24, കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് 24 ടേംസിൻ്റെ സമ്മ്, അതായത് a1 + a2 + a3 + a24 വരെയുള്ള ടേംസിൻ്റെ സമ്മാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് n = 24. ഇനി ആദ്യത്തെ 14 ടേംസിൻ്റെ സം എന്ന് പറഞ്ഞാൽ S14 ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് SNൻ്റെ ഫോമിൽ എഴുതി തുടങ്ങാം. ഇനി അങ്ങോട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. an എഴുതി ഞാൻ ഫോർമുല,
A1 A2 A3 എഴുതിയപ്പോഴത്തേക്ക് നമ്മുടെ വീഡിയോയിൽ ചെറിയൊരു ഞാൻ പ്രസൻറ്റ് ചെയ്യുന്ന വീഡിയോയ്ക്കകത്ത് ചെറിയൊരു എറർ വന്നിട്ടുണ്ടായിരുന്നു. ആ A3 12 ആണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അവസാനം എവിടെയെങ്കിലുമൊക്കെ ആ A3 12 ആയിട്ട് കാണാൻ കഴിയും. അതുണ്ടെങ്കിൽ ആ ലൈൻ വെട്ടിയതിന് ശേഷം A3 9 ആണെന്നാക്കുക. അതുപോലെ തന്നെ ഈ ഒരു പാർട്ടിൽ 5 + 7 + 12 പകരം എന്താക്കുക, 9 ആക്കി മാറ്റിയേക്കുക. ഓക്കെ, S24 കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ SN ഫോമിൽ ആദ്യം എഴുതാം. സോ SN = n/2 × 2a + എത്ര n-1 × d. സോ പുട്ട് ഇവിടെ ശ്രദ്ധിക്കുക, പുട്ട് n = 24. n എത്ര കൊടുക്കും നമ്മൾ? 24. എന്നാലല്ലേ S24 ആവത്തുള്ളൂ. നമുക്ക് വേണ്ട S24. ഇവിടെ കിടക്കുന്നത് SN. അപ്പൊ n ന് 24 കൊടുത്താലേ S24 ആവും. സോ പുട്ട് n = 24. S24 = n ന് 24 ആകുമ്പോൾ 24/2 × 2 × a എത്ര 5. 2 × 5 + n-1. 24 - 1 × d എത്ര 2. ഓക്കെ, 24/2 12 × 10 + 20. ശ്രദ്ധിക്കുക, 24 - 1 എന്ത് വരും? 23 വരും. 23 × 2 എത്ര വരും? 46. സോ 12 × 10 + 46 എത്ര 56. ദാറ്റ് ഈസ് ഈക്വൽ ടു 672 വരും. ഓക്കെ, അതായത് ഇതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം സം ഓഫ് ഫസ്റ്റ് S24 എന്നല്ലേ കിടക്കുന്നത്. ഓക്കെ, ഇതിന്റെ അർത്ഥം എന്താണ്? സം ഓഫ് ഫസ്റ്റ് 24 ടേംസ് ഓഫ് ദി AP ഈസ് എത്ര 672. അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, AN കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് AP ഫോം ചെയ്യാം. ഇതൊക്കെ നമ്മൾ മുമ്പേ ചെയ്തിട്ടുള്ളതാണ്, മറന്നു പോയിട്ടുണ്ടാവും. അങ്ങനെ AP ഫോം ചെയ്താൽ എത്ര ടേംസിന്റെ സമ്മോണമെങ്കിലും കണ്ടുപിടിക്കാം. മനസ്സിലായിട്ടുണ്ടെങ്കിൽ എഴുതിയെടുക്കാം. ഓക്കെ, അപ്പൊ അടുത്ത ദിവസം ശ്രദ്ധിക്കുക. എക്സസൈസ് 5.3 ക്വസ്റ്റ്യൻ നമ്പർ 1 സബ് ക്വസ്റ്റ്യൻ 1 ആണ്. ഫൈൻഡ് ദ സം ഓഫ് 2, 7, 12 etc. to 10 ടേംസ്. അപ്പോ ഈ ഒരു APയുടെ 10 ടേംസിന്റെ സമ്മാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ നോക്കിക്കേ, A1 + A2 + A3 + etc. A10 വരെയാണ് കണ്ടുപിടിക്കാൻ ഉള്ളത് സം. സോ ഇതിനെ നമുക്ക് AN എന്നും പറയാമല്ലോ. nth ടേം, ലാസ്റ്റ് ടേം. നമുക്ക് 10 വരെയുള്ള ടേംസിന്റെ സം മതി. സോ അതുകൊണ്ട് 10th ടേമിനെ nth ടേം എന്നും പറയാം. സോ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? n = 10. അല്ലെങ്കിൽ തന്നെ ഇവിടെ അറിയാം അപ് ടു 10 ടേംസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ n = 10. അടുത്തതായിട്ട് A എഴുതാം. എത്രയാണ്? 2. D എഴുതാം. 7 - 2 that is equal to 5. അപ്പോ ഇനി SN ഫോമിൽ എഴുതാം. നമുക്ക് SN ഫോമിൽ എന്താണ്? SN = n/2 × 2a + n-1 × d. ഇതാണ് SN ഫോമുല എന്ന് പറയുന്നത്. അതില് പുട്ട് n = 10. n = 10 കൊടുക്കുമ്പോൾ S10 കിട്ടും. S10 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ, സം ഓഫ് ഫസ്റ്റ് 10 ടേംസ്. ഓക്കെ, അവിടെ എന്ത് എടുക്കും? n ന് 10 കൊടുക്കുമ്പോൾ 10/2 × 2 × a എത്ര 2 + n-1. n എത്രയാണ്? 10 - 1 × d എത്രയാണ് 5. 10/2 is 5. 2 × 2 4 + 10 - 1 9. 9 × 5 എത്ര 45. That is equal to 5 × 45 + 4 എത്ര 49. 5 × 49 245. 245. സോ ഈ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ 10 ടേംസിന്റെ സമ്മ എത്ര കിട്ടും നമുക്ക്? 245 ആണ് കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ? എഴുതിയെടുക്കുക. അപ്പൊ നമ്മൾ ചെയ്തത് എക്സസൈസ് 5.3 ക്വസ്റ്റ്യൻ നമ്പർ 1 സബ് ക്വസ്റ്റ്യൻ 1 ആണ്. ഇനിയും ഈ ക്വസ്റ്റ്യനകത്ത് ക്വസ്റ്റ്യൻ നമ്പർ 1 സബ് ക്വസ്റ്റ്യൻസ് ഇനിയും ഉണ്ട്. അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ടെക്സ്റ്റിന്റെ ബാക്കിൽ എന്തുണ്ട്? സൊല്യൂഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ഇൻഫോം ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ക്ലാസ് ആയിട്ട് ഇട്ട് തരാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 2 പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. നമ്മൾ 5.3 ക്വസ്റ്റ്യൻ നമ്പർ 2 സബ് ക്വസ്റ്റ്യൻ 2 ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതില് ഫൈൻഡ് ദ സംസ് ഗിവൺ ബിലോ.
അതായത് ഈ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതിന്റെ സം കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോ സം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഫോർമുല എഴുതാം. ആദ്യം ഇവിടെ ഞാൻ നോക്കിക്കേ, ഞാൻ ഇവിടെയാണ് എഴുതുന്നത്. Sn = n/2 ഇൻറ്റു A1 പ്ലസ് AN എഴുതും. അപ്പൊ എന്താ ഈ ഫോർമുല എഴുതിയെന്ന് ഞാൻ പറഞ്ഞുതരാം. കാരണം ആൻസർ ശ്രദ്ധിക്കുക. ഇത് ഫസ്റ്റ് ടൈം A1, ഇതെന്താണ് സെക്കൻഡ് ടൈം A2, ഇതെന്താണ് തേർഡ് ടൈം എക്സെട്ര, ഇത് ലാസ്റ്റ് ടൈം. സോ ലാസ്റ്റ് ടൈം നമുക്ക് ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഫോർമുല എഴുതിയത്. അപ്പൊ ഇതിന്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് നമ്മൾ ജനറൽ ഫോം എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നോക്കുവാണെങ്കിൽ ഇവിടെ എന്തൊക്കെ ഉണ്ട്? നമുക്ക് A ഉണ്ട്, ഫസ്റ്റ് ടൈം 34 ഉണ്ട്. D ഉണ്ട്, 32 മൈനസ് എത്ര 34 വരുമ്പോഴത്തേക്ക് -2. അപ്പം നമുക്ക് ഇവിടെ ഫോമിലേക്ക് അതിട്ട് കൊടുക്കാം. Sn = n/2 ഇൻറ്റു n നമുക്കറിയില്ല. ഫസ്റ്റ് ടൈം A1 എത്രയാണ്? A1 മീൻസ് A തന്നെയാണ്. എത്രയാണ്? 34. ഒരു കാര്യം എഴുതാൻ മറന്നുപോയി. AN ഉണ്ട് ഇവിടെ ലാസ്റ്റ് ടൈം. AN എത്ര? 10 ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് മിസ്സിംഗ് ആണ്? സം കണ്ടുപിടിക്കാൻ n ഇല്ല. സോ അതാണ് നമ്മുടെ അടുത്ത ടാസ്ക്. അതവിടെ നിൽക്കട്ടെ. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് നോക്കിക്കൊള്ളുക. n കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ AN എടുക്കും. സോ AN ന്റെ ഫോർമുല എന്താണ്? AN = ഇവിടെ വേണമെങ്കിൽ എഴുതാം ടു ഫൈൻഡ് n കണ്ടുപിടിക്കാനായിട്ട് AN ന്റെ ഫോർമുല നമുക്കറിയാം. A + n-1 ഇൻറ്റു D. ഓക്കെ ആണല്ലോ. ഇനി ഈ AN തന്നെയാണ് 10. അത് ഞാൻ =10 കൊടുത്തു. ഇത്രയേ ഉള്ളൂ. n കണ്ടുപിടിക്കാൻ AN ന്റെ ഫോർമുല എഴുതി അതിനുശേഷം =10 എന്ന് ഞാൻ കൊടുത്തു. A എത്രയാണ്? 34 പ്ലസ് n നമുക്കറിയില്ല, n-1 ഇൻറ്റു D എത്രയാണ്? -2 = 10. ഓക്കെ, സോ n-1 ഇൻറ്റു -2 = ഈ 34 അപ്പുറത്ത് പോകുമ്പോഴത്തേക്ക് 10 -34 ആവും. ദാറ്റ് ഈസ് -24 ആവും. സോ ഇവിടെ എന്ത് വരും? n-1 ഇൻറ്റു -2. -2 അപ്പുറത്ത് പോയി ഡിവൈഡ് ചെയ്യുമ്പോൾ n-1 = -24 ഡിവൈഡ് ബൈ -2. n-1 = മൈനസ് മൈനസും ക്യാൻസൽ ആയി പോകും. 12. n = 12 പ്ലസ് 1. n = എത്ര വരും? 13. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ്. ഈ n കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? സം കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എഴുതാം = n എത്രയാണ്? 13. 13/2 ഇൻറ്റു 34 പ്ലസ് 10 എത്രയാണ്? 44 എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് = 13 ഇൻറ്റു ഈ 2 44 കൂടെ കട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 22 വരും. 13 ഇൻറ്റു 22 286. സോ 286 ആണ് ഇതിന്റെ സമ്മ് എന്ന് പറയുന്നത്. അപ്പൊ ക്ലിയർ ആയോ? അപ്പം ഈ ക്വസ്റ്റ്യൻ കാണുന്ന ഈസി ആണെന്ന് പറഞ്ഞിരിക്കരുത്. ഈ ടേംസിന്റെ സമ്മ കണ്ടുപിടിക്കാൻ നമുക്ക് ലാസ്റ്റ് ടേം ഉണ്ടായതുകൊണ്ട് ഈ ഫോർമുല എടുക്കാം. തന്നിരിക്കുന്ന A, D, AN എല്ലാം എടുത്ത് എഴുതുക. അതിനുശേഷം n ഇല്ലെന്ന് കണ്ടുകൊണ്ട് നമ്മൾ AN എടുത്തുകൊണ്ട് വന്നു. AN ന്റെ വാല്യൂ കൂടെ ഉള്ളത് കൊണ്ടാണ് AN ന്റെ ഫോർമുല ഇടാൻ പറ്റിയത്. സോൾവ് ചെയ്തപ്പോൾ n കിട്ടി. അതിട്ടതിന് ശേഷം ആൻസർ കിട്ടി. 286 ആണ് ഇതിന്റെ സം എന്ന് പറയുന്നത്. ഓക്കെ, എഴുതിയെടുക്കുക. അപ്പൊ നോക്കുക, അടുത്തതായിട്ട് സെയിം എക്സസൈസിലെ തേർഡ് ക്വസ്റ്റ്യനിലെ സബ് ക്വസ്റ്റ്യൻ 1 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. In an AP given A = 5, D = 3, AN = 50. Find n and Sn. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ എടുത്ത് എഴുതാം. A = 5, D = 3, AN = 50. നമുക്കറിയാം AN അറിയാമെങ്കിൽ എന്ത് കണ്ടുപിടിക്കാനും പറ്റും? n കണ്ടുപിടിക്കാൻ പറ്റും. കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാണ്. അതെങ്ങനെയാണ്? AN ന്റെ ഫോർമുല എഴുതണം. AN = A+. ഇവിടെ മുതലാണ് നമ്മുടെ ആൻസേഴ്സ് തുടങ്ങുന്നത്. ഇത് ഇത്ര എന്താണ്? നമുക്ക് കിട്ടിയിരുന്ന സാധനമാണ്. ഓക്കെ, അപ്പം AN = A+, n-1 ഇൻറ്റു D. ദാറ്റ് ഈസ് = 50. AN 50 ആണെന്ന് അറിയാമല്ലോ. ഇനി A യുടെ വാല്യൂ എത്രയാണ്? 5 പ്ലസ് n-1 ഇൻറ്റു D എത്രയാണ്? 3 = 50. n-1 ഇൻറ്റു 3 = ഈ 5 അപ്പുറത്ത് പോകുമ്പോൾ സബ്ട്രാക്ട് ചെയ്യും. 45. n-1 = 45/3. n-1 = എത്ര വരും? 15 എന്ന് വരും.
n is equal to -1 അപ്പുറത്ത് പോകും പ്ലസ് ആവും. n എത്ര വരും? 16 എന്ന് നമുക്ക് കിട്ടും. ഒരു ആൻസറായി. അടുത്തതായിട്ട് നമുക്ക് Sn ആണ് കണ്ടുപിടിക്കാനുള്ളത്. Sn is equal to n/2 ഇൻറ്റു ഇവിടെ an ഉള്ളത് കൊണ്ട് നമുക്ക് a1 പ്ലസ് an എന്നുള്ള ഫോർമുല എടുക്കാം. ഓക്കെ, n ഇപ്പൊ കണ്ടുപിടിച്ചു എത്രയാണ്? 16. അപ്പം ഈ ഫോർമുല Sn ശ്രദ്ധിച്ചോണം. Sn കണ്ടുപിടിക്കണമെങ്കിൽ n വേണം. ഏത് ഫോർമുല യൂസ് ചെയ്താലും n വേണം. അപ്പൊ ആ n കണ്ടുപിടിച്ചിട്ട് Sn കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ ചില കുട്ടികൾ ഇത് രണ്ടും ചോദിക്കുമ്പോൾ ഇത് കണ്ടുപിടിച്ച് കിട്ടാതെ എവിടെയെങ്കിലും വെച്ച് വെട്ടി കളഞ്ഞിട്ട് വീണ്ടും Sn ചെയ്യാൻ പോകും. അങ്ങനെ ചെയ്തിട്ട് കഥയില്ല. അതായത് n 16 അറിയാമെങ്കിൽ മാത്രമേ Sn ഏത് ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റൂ. സോ n ന് 16 കൊടുത്തു ബൈ 2 ഇൻറ്റു a1. ഫസ്റ്റ് ടൈം ഏതാണ്? a1 മീൻസ് a തന്നെയാണ് 5 പ്ലസ് an എത്ര? 15. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു 50 പ്ലസ് 5 എത്രയാണ്? 55. ദാറ്റ് ഈസ് ഈക്വൽ ടു 440 വരും. ഓക്കെ, 440 ആണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത്? Sn എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് ആൻസേഴ്സ് നമുക്ക് ഒന്നുകൂടി ഒന്ന് എടുത്ത് എഴുതാം. ഇവിടെ ആൻസേഴ്സിന് n is equal to 16, Sn is equal to 440. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. അപ്പം ഈ ഒരു ആൻസർ ഫൈനൽ ആൻസർ നമ്മൾ എടുത്ത് എഴുതണം. n is equal to 16, Sn is equal to 440. അപ്പൊ ഇത്ര മനസ്സിലായിട്ടുണ്ടെങ്കിൽ വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. ഓക്കെ, നമ്മളിപ്പം ഈ കഴിഞ്ഞ സെക്ഷനുകളിൽ ചെയ്തത് സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് AP എന്ന് പറയുന്ന സെക്ഷനാണ് അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ. അതായിരുന്നു ആ സെക്ഷനിലെ ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് ഫോർമുല പറഞ്ഞു തന്നു, എന്താണ് സം, അങ്ങനെയുള്ള ഡീറ്റെയിൽസ്, എന്താണ് അതിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു തന്നു. അതിനുശേഷം എക്സസൈസ് 5.3 ഓരോ സെക്ഷനിലെ ഓരോ പ്രോബ്ലംസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി പ്രോബ്ലംസ് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണം. അങ്ങനെ ചെയ്ത് നോക്കുന്നതിന് മുന്നേ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ആ ഫോർമുല ബൈ ഹാർട്ട് ചെയ്യുക. അത് കണക്ക് തന്നെ ഈ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ടെക്സ്റ്റിൽ ഒരു ഹെഡിങ് ഉണ്ടല്ലോ, സം ഓഫ് ഫസ്റ്റ് n ടേംസ് എന്നുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം വരുന്ന എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് അത് ചെയ്ത് നോക്കിയതിന് ശേഷം, അല്ലെങ്കിൽ ഈ എക്സസൈസിൽ നമ്മളിപ്പോൾ ബോഡി സോൾവ് ചെയ്ത ആ ഒരു 3 പ്രോബ്ലം ചെയ്തതിന് ശേഷം 5.3 ബാക്കി ക്വസ്റ്റ്യൻസ് എല്ലാം ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പം ഇതോടുകൂടി നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്നുള്ള ചാപ്റ്ററിന്റെ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ 5.3 എന്ന് പറഞ്ഞ എക്സസൈസിലെ വർക്കാണ് ഇനി പെൻഡിങ് ഉള്ളത്. അതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഡൗട്ട് വരുവാണെങ്കിൽ നിങ്ങൾ കമൻസ് വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ സൊല്യൂഷൻസ് അയക്കാം. അപ്പോൾ ആ സൊല്യൂഷൻസ് രണ്ട് രീതിയിലാണ് എനിക്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്. ഒന്നുകിൽ നമ്മുടെ PDF ആയിട്ട് ആ സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യാം, അത് കണ്ട് മനസ്സിലാക്കേണ്ടതായിട്ട് വരും. അതല്ലെന്നുണ്ടെങ്കിൽ ആ PDF-നകത്ത് തന്നെ ഓഡിയോയും കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, അപ്പം അത് ഏതാണ് നിങ്ങൾക്ക് ആവശ്യം എന്നുള്ളത് കമൻസ് തരിക. എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യണമെന്ന് പറയരുത്, കാര്യം നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ട്രൈ ചെയ്യുക. ഓക്കെ, അതിനുശേഷം ക്വസ്റ്റ്യൻ ബാങ്ക് എടുത്തിട്ട് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ ആദ്യം മുതലുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, വർക്ക് ചെയ്ത് നോക്കുക. എന്നാൽ മാത്രമേ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചുകൊണ്ട് മാത്രം മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റത്തില്ല. ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്യുന്നത്, ഏതൊക്കെ മെത്തേഡ് വരും എന്നുള്ള എല്ലാ കാറ്റഗറിയും ഞാനിവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്യുക. അതിനകത്ത് ഡൗട്ട്സ് വരുമ്പോൾ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. സോ നമ്മുടെ ഈ ചാപ്റ്റർ ഇവിടെ തീർന്നിരിക്കുകയാണ്, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. താങ്ക് യു.